അഡ്ജസ്റ്റ്മെന്റ് ചോദ്യങ്ങളെ തുടർന്ന് സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന നടിയാണ് കല്യാണി രോഹിത്. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ച് ദുരനുഭവങ്ങൾ പങ്കിട്ടുള്ളവരിൽ പ്രമുഖ താരങ്ങളുമുണ്ട്. ബാലതാരമായി കരിയർ ആരംഭിച്ച നടിയാണ് കല്യാണി രോഹിത്. പിന്നീട് കല്യാണി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചു. മലയാളികൾക്കിടയിൽ പരിചിത മുഖമാണ് കല്യാണി. കുഞ്ചക്കോബൻ നായകനായ മുല്ലവള്ളിയും തേന്മാവും, മമ്മൂട്ടിയുടെ ചിത്രം പരുന്ത് തുടങ്ങിയ സിനിമകളിലാണ് മലയാളത്തിൽ കല്യാണി അഭിനയിച്ചത്. പൂർണിത എന്നാണ് കല്യാണിയുടെ യഥാർത്ഥ പേര്. 2009 പുറത്തിറങ്ങിയ ഇളംപുയൽ എന്ന തമിഴ് ചിത്രത്തിലാണ് കല്യാണി അവസാനം അഭിനയിച്ചത്. അതോടെ അഭിനയത്തോട് വിട പറഞ്ഞു. അഭിനയം വിട്ട ശേഷം അവതാരികയായി തിളങ്ങിയായിരുന്നു കല്യാണി. സ്റ്റാർ വിജയ്, സി തുടങ്ങിയ ചാനലുകളിൽ ജനപ്രിയ പരിപാടികളുടെ അവതാരികയായി കല്യാണി എത്തിയിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ താരമാണ് കല്യാണി. താൻ സിനിമ വേണ്ടെന്ന് വയ്ക്കാൻ കാരണം കാസ്റ്റിംഗ് കൗച്ച് അനുഭവമാണെന്നും നേരത്തെ കല്യാണി പറഞ്ഞത്. ടെലിവിഷനിൽ നിന്നുണ്ടായ മോശം അനുഭവം താരം പങ്കുവച്ചിരുന്നു. ഒരു വലിയ ചാനലിൽ നിന്നും ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിലെ ഒരു അവതാരകൻ എന്നോട് ബാറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നീട് ചാനലിൽ എന്നെ വിളിച്ചിട്ടില്ല. ആരെയും ഭയക്കാതെ തങ്ങളുടെ അഭിപ്രായം പറയാൻ സ്ത്രീകൾക്ക് ധൈര്യമുണ്ടായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ആരും എന്നെ പിന്തുണച്ചില്ല എന്നും കല്യാണി പറഞ്ഞു. അതുപോലെ ഞാൻ നായികയായി അഭിനയിക്കുന്ന സമയത്ത് അമ്മയോട് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അവർ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. അതിനുശേഷമാണ് പ്രൊഡ്യൂസർ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായത് എന്നാണ് താരം പറയുന്നത്. അതിനുശേഷം വീട്ടുകാർ ഇനി സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് കല്യാണി പറഞ്ഞത്. അതിനുശേഷമാണ് വിജയ് ടിവിയിൽ അവതാരികയാൻ അവസരം ലഭിക്കുന്നതെന്നും താരം പറയുന്നു. 2013 കല്യാണിയുടെ വിവാഹം നടക്കുന്നത്. ഡോക്ടറായ രോഹിത്തിനെയാണ് താരം വിവാഹം കഴിച്ചത്. കല്യാണി ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഇരുവർക്കും ഒരു മകളുമുണ്ട്. ഇടക്കാലത്ത് നട്ടെല്ലിന് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നിരുന്നു കല്യാണിക്ക്. 2016 നട്ടെല്ലിനൊരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അത് പൂർണ്ണമായും വിജയിച്ചില്ല. പിന്നീട് മകളെ പ്രസവിച്ചു. അതോടെ വീണ്ടും വേദന തിരിച്ചെത്തി. തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്നാണ് കല്യാണി നേരത്തെ പറഞ്ഞത്.